ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മളെല്ലാവരും സാധാരണ പേയ്മെന്റ് നടത്താൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ക്യാഷിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ പേടിഎം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. പക്ഷേ നമ്മൾ ഒരു സാധാരണ ഒരു ഷോപ്പിലെ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ സ്കാനർ അവിടെ ഉണ്ടാവും. നമ്മുടെ ഫോണിലുള്ള സ്കാൻ വെച്ച് നമ്മൾ സ്കാൻ ചെയ്യാറാണ് പതിവ്. അല്ലെങ്കിൽ ഒരു മണി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യണം, എന്നിട്ട് അതിന് ശേഷമാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനിവിടെ നമുക്ക് ഒരു അടിപൊളി ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതുവഴി നമുക്ക് സെക്കൻഡ് വെച്ച് നമുക്ക് പേയ്മെന്റ് നടത്താൻ പറ്റും. നമുക്ക് ഇങ്ങനെ തപ്പി കളിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടത് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്ത് ഞാൻ ഇവിടെ കൃത്യമായി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്യുക. ഇവിടെ നമുക്ക് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഫോൺ പേയുടെ ഐക്കണും കാണുന്നുണ്ട് അല്ലേ. നമ്മൾ സാധാരണ പേയ്മെൻ്റ് ഒക്കെ നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ആണ്. ഇവിടെ നമുക്ക് ഒരു പേയ്മെൻറ്റ് നടത്തണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യണം. അവിടെ നമുക്ക് സ്കാന് QR കോഡ് വെച്ച് നമുക്ക് ഷോപ്പിൻ്റെ മുന്നിലുള്ള കാര്യങ്ങളൊക്കെ സ്കാനർ വെച്ചിട്ട് നമുക്ക് സ്കാൻ ചെയ്തിട്ട് അതിലേക്കാണ് നമ്മൾ പണം അയക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇനി ഒരു മണി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ അടിക്കണമെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മൊബൈൽ റീചാർജിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഫോൺ പേയിലും ഇതേ സെയിം തന്നെയാണ്, പേടിഎമ്മിൽ ഇത് തന്നെയാണ് അവസ്ഥ വരുന്നത്. ഇവിടെ നമുക്ക് ഫോൺ പേ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഫോൺ പേയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ പിൻ നമ്പർ കൊടുക്കേണ്ടതുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മൊബൈൽ റീചാർജ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്ക് അക്കൗണ്ട് പണം ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2 ബാങ്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ബാങ്കൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണം. പക്ഷേ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അതിന് നല്ലൊരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ഒരു ലോഗോൻ്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. കണ്ടില്ലേ, ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നറിയോ. നമുക്ക് ഈ ഒരു ലോഗോയുടെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാം. സ്കാൻ ചെയ്യാനുള്ള QR കോഡ് സ്കാൻ ചെയ്യാനുള്ളത്, പേ, ഫോൺ നമ്പർ, മൊബൈൽ റീചാർജ്, ഇതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എടുക്കുന്ന കാര്യങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. ഇപ്പോൾ നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനാണെങ്കിലും പിന്നെ അതുപോലെ നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിലും റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇനി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന രീതി, ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലൊന്ന് ഐക്കണിൻ്റെ മേലൊന്ന് ലോങ് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എന്താണോ എന്നുള്ളത് നോക്കിയിട്ട് ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ കൊടുക്കുക, ഇവിടെ ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക, നേരെ നമുക്ക് പണം അയക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇനി ഫോൺ പേയിൽ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ തന്നെയാണ് ഫോൺ പേയിൽ. ഒന്ന് ആ ഐക്കണിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇവിടെ സെൻഡ് മണി, QR സ്കാന്, ചെക്ക് ബാലൻസ്, അല്ലേ, എല്ലാം ഇവിടെ വരുന്നുണ്ട്. QR സ്കാനൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് തന്നെ ക്ലിക്ക് ചെയ്യാം. ഇതിനൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് എങ്ങനെയായിരുന്നു, ഇത്രയും കാലം നമ്മൾ ചെയ്തത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു, എന്നിട്ട് അതിനുള്ളിൽ പോയിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു നമ്മുടെ ഫോണിൻ്റെ ഹോം പേജിൽ നിന്ന് കാണുന്ന ആ ഐക്കണിൻ്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ പറ്റും. ഇത് പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ റീചാർജ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്യുക. അത് ഏറ്റവും എളുപ്പമാണ്. ഇത് അറിയാത്ത പല ആളുകളുണ്ട്. അപ്പോൾ ഫോണിൽ നിങ്ങൾ ഇനി മുതൽ ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, ഏത് തരം ചെയ്യണമെങ്കിൽ ബാങ്ക് റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുവഴി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞിരുന്ന രീതിയിലൊന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ നിങ്ങൾ അറിയാത്തവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടി ഇതൊന്ന് അറിഞ്ഞോട്ടെ. ഓക്കെ, ഇതുപോലുള്ള നല്ല അടിപൊളി ഇൻഫർമേറ്റീവുള്ള വീഡിയോസാണ് ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്കായി പോസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും പറഞ്ഞു പോകുന്നത്. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.